തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ടോൾസ്റ്റോയ് എഴുതിയ ഒരു കഥയുണ്ട്. വിശന്ന് ദാഹിച്ച് ഒരു കീരി എങ്ങനെയോ ഒരു കരുവാൻ്റെ ആലയിലെത്തി. അവിടെ ഒന്നും കണ്ടില്ല. മൂർച്ചയേറിയ ഒരു അരം കീരി ശ്രദ്ധിച്ചു. അത് പതുക്കെ തൻ്റെ നാവുകൊണ്ട് ആ അരത്തെ ഒന്ന് സ്പർശിച്ചു നോക്കി. മൂർച്ചയുള്ള അരത്തിൽ അതിൻ്റെ നാവ് കൊണ്ടു രക്തമൊഴുകാൻ തുടങ്ങി. കീരി വിചാരിച്ചു ഈ രക്തം തനിക്ക് കിട്ടിയ ആഹാരമാണെന്ന് കരുതി അത് നക്കി തുടച്ചു. വീണ്ടും കൂടുതൽ ആവേശത്തോടുകൂടെ അതതിൻ്റെ നാവുകൊണ്ട് ആ അരത്തിൽ വീണ്ടും ആഞ്ഞ് ഉരച്ചുകൊണ്ടിരുന്നു. വീണ്ടും രക്തം ലഭിക്കാൻ തുടങ്ങി. തൻ്റെ തന്നെ രക്തമാണ് താൻ പാനം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ആവേശത്തോടെ അത് തുടർന്നു. ഒരല്പസമയത്തിന് ശേഷം അതിൻ്റെ നാവ് മുറിഞ്ഞു വീണു. വേദന താങ്ങാനാവാതെ അതെവിടെയോ ഓടി ഏതോ ആഴത്തിൽ നിപതിച്ചു. ഇതാണ് കഥ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ കാണാൻ അല്ലെങ്കിൽ തൻ്റെ അരികിലേക്ക് വന്ന സമരിയാക്കാരി പെണ്ണിനോട് യേശു പറയുന്നുണ്ട്, സ്ത്രീയെ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം പാനം ചെയ്താൽ നിനക്ക് പിന്നീട് ദാഹിക്കുകയില്ല. പലപ്പോഴും ഇരന്നു വാങ്ങുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു ലോകത്താണ് നമ്മളറിയുന്നില്ല. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, നമ്മൾ സന്തോഷമെന്ന് കരുതുന്ന പലതും നമ്മുടെ തന്നെ നാശമാണ്, മറ്റുള്ളവരുടെ വേദനയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ കുറേ കൂടെ ഈ ഒരു ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ പാനം ചെയ്യുന്നത്, ഞാൻ എൻ്റെ മനസ്സ് നിറച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തൃപ്തി തരുന്ന ഒന്നാണോ? ഒരിക്കൽ ഒരുപാട് മദ്യത്തിനും ലഹരിക്കും അടിമയായ ഒരാൾ എങ്ങനെയോ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് മദ്യപിച്ചില്ല. അതിനുശേഷം അയാൾ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഇന്നോളം ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ലഹരിയേക്കാളും ലഹരിയുണ്ട് എൻ്റെ ദൈവത്തിന്. ഞാൻ ഇന്നോളം ഉപയോഗിച്ചിട്ടുള്ള ഒന്നിനും ഇത്രമാത്രം ലഹരി, ഇത്രമാത്രം ആനന്ദം എനിക്ക് തരാനാവുന്നില്ലല്ലോ. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മളെ തന്നെ കുത്തിമുറിവേൽപ്പിച്ച് ദാഹം തീർക്കുന്ന ആ വൈകല്യത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവയായ യേശു മിശിഹായുടെ ആ തിരുഹൃദയത്തിനൊഴുകുന്ന പരിശുദ്ധാത്മാവിൽ നമ്മുടെയും ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. ഈ കൃപാവരത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിത വഴികളെ കുറേ കൂടെ ദൈവത്തോട്, വചനത്തോട് ചേർത്ത് വയ്ക്കാം. താങ്ക് യു.